നമസ്കാരം. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് സംരക്ഷണാനുകൂല്യം 31/3/2022 വരെ. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ 2015-16 അധ്യയന വർഷം മുതൽ 2021-22 അധ്യയന വർഷം വരെ, അതായത് 31/3/2022 വരെ അധിക റെഗുലർ തസ്തികകളിൽ നിയമനാംഗീകാരം ലഭിച്ച അധ്യാപക ജീവനക്കാർക്ക് സംരക്ഷണ ആനുകൂല്യം നൽകിക്കൊണ്ട് സർക്കാരിൻ്റെ വളരെ നിർണായകമായ ഉത്തരവ് നമ്പർ 79/2026, പൊതുവിദ്യാഭ്യാസം തീയതി 15/3/2026. സർക്കാർ ഉത്തരവ് 29/2016 സർക്കാർ ഉത്തരവ് 8/2022 പ്രകാരം 2014-15 അധ്യയന വർഷം വരെ റെഗുലർ അല്ലെങ്കിൽ അധിക തസ്തികയിൽ ജോലി ചെയ്തവർക്ക് സംരക്ഷണാനുകൂല്യം നേരത്തെ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ 2015-16 മുതൽ 2021-22 അധ്യയന വർഷം വരെ, അതായത് 31/3/2022 വരെ തസ്തികയിൽ പ്രവേശിച്ചവർ അധിക അല്ലെങ്കിൽ റെഗുലർ തസ്തികയിൽ രാജി, മരണം, വിരമിക്കൽ, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നീ പ്രകാരമുള്ള ഒഴിവ് തസ്തികകളിൽ നിയമനാംഗീകാരം ലഭിച്ച അധ്യാപക ജീവനക്കാർക്ക് ചുവടെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഇനി മുതൽ സംരക്ഷണാനുകൂല്യം ലഭിക്കുന്നതാണ്. എന്താണ് സംരക്ഷിത അധ്യാപകർ? എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം തസ്തിക നഷ്ടപ്പെടുന്നവർക്ക് ഈ കാലയളവിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജോലി സംരക്ഷിച്ച് കിട്ടുന്നതാണ്. 2015-16 മുതൽ 2021-22 അക്കാഡമിക് വർഷം വരെയുള്ളവർക്ക് 15/3/2026, അതായത് ഈ ഉത്തരവ് തീയതി മുതലായിരിക്കും സംരക്ഷണാനുകൂല്യത്തിന് അർഹത ലഭിക്കുക. ഇങ്ങനെ സംരക്ഷണം ലഭിച്ച അധ്യാപക ജീവനക്കാർ തസ്തിക നഷ്ടപ്പെട്ട് പുറത്തു പോകുമ്പോൾ അവർ അധ്യാപക ബാങ്കിൽ ഉൾപ്പെടുന്നതും പുനർവിന്യാസം നടത്തുന്ന തീയതി മുതൽ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കുന്നതുമാണ്. അതത് സമയം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവരുടെ പുനർവിന്യാസം. ഇങ്ങനെ പുനർവിന്യസിക്കപ്പെടുന്ന അധ്യാപകരെ അവരുടെ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഒഴിവിൽ മാനേജർമാർ മാറ്റി നിയമിക്കേണ്ടതാണ്. ഇപ്രകാരം മാനേജ്മെൻറ്റിൽ തിരികെ സേവനത്തിൽ പ്രവേശിക്കുന്ന അധ്യാപകരുടെ സീനിയോറിറ്റി സംരക്ഷിത അധ്യാപകരുടെ സീനിയോറിറ്റി നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ തുടരുന്നതുമാണ്. തസ്തികയില്ലാതെ അധ്യാപക ബാങ്കിൽ ഉൾപ്പെട്ട് പുനർവിന്യാസം നടത്തുന്നവരെയുള്ള കാലയളവ് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം നോൺ ഡ്യൂട്ടിയായി ക്രമീകരിക്കുന്നതാണ്. തസ്തികയില്ലാതെ പുറത്തു നിന്ന കാലയളവ് നോൺ ഡ്യൂട്ടി ടൈം യാതൊരു സർവീസ് ആനുകൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ അവകാശം ഉന്നയിക്കുകയില്ലെന്ന് ഈ കൂട്ടർ മുദ്രപേപ്പറിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം അധികൃതർക്ക് സമർപ്പിക്കേണ്ടതാണ്. 31/3/2022 തീയതിക്കുള്ളിൽ നിലവിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ശമ്പള സ്കെയിലിൽ പ്രൊവിഷണലായോ ഡെയിലി വേജസിൻ്റെ അടിസ്ഥാനത്തിലും അംഗീകാരം ലഭിച്ചവർക്കും അവരുടെ നിയമനം റെഗുലറൈസ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ മാത്രമേ സംരക്ഷണ ആനുകൂല്യത്തിന് ആ കൂട്ടർക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഉത്തരവാണിത്. താങ്ക് യു.